നാട്ടിൽ ഈ രീതിയിൽ പ്രതിപക്ഷ നേതാവിന് അനുകൂലമായ വലിയൊരു വേവുണ്ടോ? അല്ല, അതൊക്കെ സ്വാഭാവികമായി ഇപ്പൊ ഈ 3 പേരുടെ കാര്യത്തിലും അഭിപ്രായങ്ങൾ വരുന്നുണ്ടല്ലോ. അതെല്ലാം പരിഗണിച്ചുകൊണ്ട് പാർട്ടി ഒരു തീരുമാനം. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാത്ത ഒരാളുടെ പേര് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരുന്നത് ശരിയാണോ? ഇതിനു മുമ്പ് വന്നിട്ടുണ്ടല്ലോ. അതൊക്കെ സാധാരണ കോൺഗ്രസ് ചരിത്രത്തിലുണ്ടായിട്ടുള്ളതാണ്. അതൊക്കെ ഹൈക്കമാൻഡ് എടുക്കുന്ന തീരുമാനമാണ് പ്രധാനം. ഈ സാർ ഇതുപോലെ ഈ ഇപ്പൊ നേരത്തെ ചോദിച്ചാണെങ്കിൽ കൂടി MLA മാർക്ക് ഈ ഇത്തരത്തിലുള്ള ഈ നീക്കത്തിൽ അവർക്ക് ആളുകളെ ഫേസ് ചെയ്യാൻ പറ്റുന്നില്ല, പൊതുപരിപാടികൾ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. അതിലൊന്നും കുഴപ്പമൊന്നുമില്ല. കാരണം സ്വാഭാവികമായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട MLA മാരാണ് മാത്രമല്ല ഞങ്ങളും എവിടെ ചെന്നാലും നമ്മുടെ മുഖ്യം ഇതൊരു വലിയ വിവാദമാക്കിയതിൽ ഒരു പ്രധാന പങ്ക് നിങ്ങളാ വഹിച്ചിട്ടുള്ളത്. നിങ്ങൾ വഹിച്ചിട്ടുള്ള ഈ മാധ്യമങ്ങളാണ് വലിയ വിവാദമാക്കിയത്. നാദാപുരത്ത് അഭിജിത്ത് ഉൾപ്പെടെയുള്ള ആൾക്കാരെയൊക്കെ തടഞ്ഞായിരുന്നു. അല്ല, ആരും തടഞ്ഞിട്ടില്ല. അതൊക്കെ മാധ്യമങ്ങൾ തടഞ്ഞു. ആളുകൾ ചോദിക്കുന്നതാണോ തടയുന്നത്? ഈ സമൂഹ മാധ്യമങ്ങളിലടക്കം ഭയങ്കര പരിഹാസം ഉയരുന്നു. മാധ്യമങ്ങളാണ്, അതായത് ഈ വോട്ട് ചെയ്തവരെ കൂടി ഡൽഹിയിലേക്ക് വിളിപ്പിക്കും എന്ന തരത്തിലാണ് സമൂഹ മാധ്യമങ്ങളുമാണ് ഇപ്പോൾ രാഷ്ട്രീയം തീരുമാനിക്കുന്നത്. അങ്ങനെ ഒരു പാർട്ടിക്ക് മുമ്പോട്ട് പോകാൻ പറ്റുമോ? സോഷ്യൽ മീഡിയ പറയുന്നതനുസരിച്ച് ഏതെങ്കിലും ഒരു പാർട്ടി തീരുമാനിക്കും.